ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രിയൻസിനെ കുറിച്ചാണ്. എന്താണ് ന്യൂട്രിയൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ സോഴ്സുകൾ, ഡെഫിഷ്യൻസീസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോൻ്റെ പാർട്ട് 1 തന്നെ നമ്മൾ ഹെൽത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ന്യൂട്രീഷൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഈ ന്യൂട്രിയൻസ് നമ്മളൊരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സബ്സ്റ്റൻ്റാണ്. സോ നമ്മുടെ ബോഡി കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫുഡിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകം എന്ന് പറയുന്നത്. ഈ ന്യൂട്രിയൻസ് ഫങ്ഷൻ ബേസ് ചെയ്തിട്ട് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്, മാക്രോ ന്യൂട്രിയൻസും ഉണ്ട്. ഈ മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിൽ കുറച്ച് എമൗണ്ടിൽ മതി, അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ് പറയുന്നത്. ഈ മൈക്രോ ന്യൂട്രിയൻസ് പെട്ടതാണ് മിനറൽസ്, അതുപോലെ തന്നെ വിറ്റാമിൻസ് ഒക്കെ. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത്യാവശ്യത്തിന് എമൗണ്ടിൽ, അതായത് ലാർജ് എമൗണ്ടിൽ ഈ ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. സോ അതിന് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നു. മാക്രോ ന്യൂട്രിയൻസിന് എക്സാമ്പിളാണ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റുകളൊക്കെ. ഓക്കെ, താഴെ ഒരു ടേബിളുണ്ട്. ആ ടേബിളിൽ ന്യൂട്രിയൻസ് ഒരു ഹ്യൂമൻ ബോഡിയിൽ എത്ര എമൗണ്ടിൽ വേണമെന്നാണ് പറയുന്നത്. സോ അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഈ ഒരു ന്യൂട്രിയൻസിൽ മൈക്രോ ന്യൂട്രിയൻസും പഠിക്കണം, മാക്രോ ന്യൂട്രിയൻസും പഠിക്കണം, അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കണം. ഇനി നമ്മൾ ഓരോ അതായത് ഈ ന്യൂട്രിയൻസും വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. Carbohydrates occur abundantly in nature. Plants manufacture carbohydrate through process called photosynthesis. Carbohydrate from the principal constituent of most normal diet. It is the most important energy source. Carbohydrates are mainly present plant food with few expansion like glycogen in muscles, lactose in milk and ribose in animal cells. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഈ ഒരു കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നില്ല. അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. സോ എന്താണ്, ലെറ്റ്സ് ട്രൈ ആൻസർ വൈ കാർബോഹൈഡ്രേറ്റ് നോട്ട് ഫൗണ്ട് ഇൻ ഹ്യൂമൻ ബോഡി. എന്തുകൊണ്ടാണ് ഹ്യൂമൻ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടാത്തത്? കാർബോഹൈഡ്രേറ്റ് നമ്മുടെ നാച്ചുറൽ അബണ്ടൻ്റ്ലി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജി സോഴ്സ് ആണ്. നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്താണ്, എസെൻഷ്യൽ, നിർബന്ധമാണ് നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം എന്നുള്ളത്. എന്നാൽ ഈ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്ന ആളുകൾ ആരാണ്? പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെയാണ് കാർബോഹൈഡ്രേറ്റുകളെ നിർമ്മിക്കുന്നത്. ഇത് നമ്മൾ എന്താണ്, നിർബന്ധമാണ്. ഹ്യൂമൻ ബോഡിയിൽ ഇത് വല്ലാതെ കാണപ്പെടുന്നില്ല. അതുപോലെ തന്നെ മസിൽസിലെ ഗ്ലൈക്കോജനിലും മിൽക്കിലെ ലാക്ടോസ്, ആനിമൽ സെൽസിലെ റൈബോസിലൊക്കെയാണ് ഇത് ചെറുതായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഷുഗേഴ്സ് ആണ്. ഓക്കെ, സോ കാർബോഹൈഡ്രേറ്റ് നമ്മൾ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മോണോസാക്രൈഡ് ഉണ്ട്, ഡൈസാക്രൈഡ് ഉണ്ട്, പോളിസാക്രൈഡ് ഉണ്ട്. ബേസ്ഡ് ഓൺ കെമിക്കലി സാക്രൈഡ്സുകളെ സാക്രൈഡ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് ആർ കെമിക്കലി നോൺ ആസ് സാക്രൈഡ്സ്. കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കെമിക്കലി സാക്രൈഡ്സ് എന്നാണ് പറയുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഫോം സാക്രൈഡ് ഗ്രൂപ്പ്. ഈ സാക്രൈഡ് ഗ്രൂപ്പിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? കാർബൺ ഗ്രൂപ്പും ഉണ്ട്, ഹൈഡ്രജൻ ഗ്രൂപ്പും ഓക്സിജൻ ഗ്രൂപ്പും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഈസ് 1:2:1. ഈ ഒരു ഓക്സിജൻ്റെയും കാർബണിൻ്റെയും ഒക്കെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2:1 ആണ്. ഈ സാക്രൈഡ് ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടാണ് കാർബോഹൈഡ്രേറ്റ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, പോളിസാക്രൈഡ്. ഈ കാർബോഹൈഡ്രേറ്റ്സ് നിർബന്ധമാണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഫസ്റ്റ് പറയുന്നത് മോണോസാക്രൈഡ് ആണ്. മോണോസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇസ് എ സിംപ്ലസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് വിച്ച് കനോട്ട് ബി ഹൈഡ്രോളൈസ്ഡ് ടു സിംപ്ലർ കോമ്പൗണ്ട്സ്. ഇതെന്താണ്, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. അത് നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയൂല. All carbohydrates should be reduced this form to absorption and utilization. അതായത് അബ്സോർപ്ഷനും യൂട്ടിലൈസേഷനും വേണ്ടിയിട്ട് എല്ലാ കാർബോഹൈഡ്രേറ്റ്സും ഈ ഒരു ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് വരും. ദ മോണോസാക്രൈഡ് ഓഫ് ന്യൂട്രീഷണൽ ഇമ്പോർട്ടൻസ് ആർ ഗ്ലൂക്കോസ്, ഫ്രുക്ടോസ്, ഗാലക്ടോസ്. ഈ മോണോസാക്രൈഡ്സിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രുക്ടോസ്, ഗാലക്ടോസ്. സോ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഒരു ഡെക്സ്ട്രോസ് ആണ്. അതിന് ഡെക്സ്ട്രോസ് എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഇതിന് ഗ്രേപ്പ് ഷുഗർ എന്ന് പറയുന്നു. ഗ്ലൂക്കോസ് ഈസ് ആൾസോ കോൾഡ്
dextrose or grape sugar. It is a carbohydrate currency of body. നമ്മുടെ ബോഡിയിലെ ഒരു കാർബോഹൈഡ്രേറ്റ് കറൻസിയാണ് എന്ത് ഈ ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ക്യാൻ ഈസിലി ബി ഡൈജസ്റ്റഡ് ആൻഡ് അബ്സോർബ്ഡ്. നമ്മുടെ ബോഡിക്ക് ഈ ഗ്ലൂക്കോസ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡൈജസ്റ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും സാധിക്കും. സ്വീറ്റ് ഫ്രൂട്ട്സ് കണ്ടെയ്നിങ് ഗ്ലൂക്കോസ്, വെജിറ്റബിൾ ലൈക്ക് സ്വീറ്റ് കോൺ, ക്യാരറ്റ്, ഓണിയൻ ആൻഡ് ഹണി ആൾസോ കണ്ടെയ്ൻ ഗ്ലൂക്കോസ്. അപ്പോൾ മോണോസാക്രൈഡിനുള്ള എക്സാമ്പിൾസ് ചോദിച്ചാൽ എന്തൊക്കെയാണ് പറയാം? വെജിറ്റബിൾസിൽ സ്വീറ്റ് കോണ്, ക്യാരറ്റ്, ഓണിയൻ, ഹണി, അതുപോലെ തന്നെ ചില ഫ്രൂട്ട്സിലും ഈ ഗ്ലൂക്കോസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഒരു നോർമൽ ഹെൽത്തി പേഴ്സണിൽ 80 to 100 mg ഗ്ലൂക്കോസ് പെർ 10 ml എന്താണ് ബ്ലഡിൽ വേണം. ഇത് എക്സാമിന് 1 മാർക്കായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒരു നോർമൽ ഹെൽത്തി പേഴ്സൻ്റെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് എമൗണ്ട് 80 to 100 mg per 100 ml ആണ്. നെക്സ്റ്റ് ഫ്രുക്ടോസ് ആണ്. ഫ്രുക്ടോസ് ഈസ് ആൾസോ കോൾഡ് ലെവലോസ് ഓഫ് ഫ്രൂട്ട് ഷുഗർ. ഫ്രുക്ടോസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ട് ഷുഗറാണ്. അതിന് നമ്മൾ ലെവലോസ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് സ്വീറ്റർ ദാൻ ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിനെക്കാട്ടിലും സ്വീറ്റ് ആണ് ഈ ഫ്രുക്ടോസ്. ഫ്രുക്ടോസ് ഈസ് റെഡിലി അബ്സോർബ് ബൈ ബോഡി. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഹണി, റൈപ്പ് ഫ്രൂട്ട്സ്. ഗ്ലൂക്കോസ് കാണപ്പെടുന്നത് എവിടേക്കാണ്? ഹണി, റൈപ്പ് ഫ്രൂട്ട്സിലൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നു. എക്സാമ്പിളാണ് ഗാലക്ടോസ്. Another monosaccharide is not present freely in nature but is widely distributed in a combined state. നമ്മുടെ നാച്ചുറൽ വൈഡ്ലി ഈ ഒരു ഗാലക്ടോസ് പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അതൊരു കമ്പൈൻഡ് സ്റ്റേറ്റിൽ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ലാക്ടോസ്, ദ ഷുഗർ പ്രസൻറ്റ് മിൽക്ക് കോമ്പൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. അതായത് ഗാലക്ടോസിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും ഒരു കോമ്പൗണ്ടാണ് എന്ത്? ലാക്ടോസ് എന്ന് പറയുന്ന മിൽക്കിലുള്ള ഷുഗർ. അതെന്താണ്? ഒരു ഗാലക്ടോസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഡൈസാക്രൈഡ്സ് ആണ്. ഡൈസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 മോണോസാക്രൈഡ് വിത്ത് എലിമിനേഷൻ ഓഫ് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ. 2 മോണോസാക്രൈഡ് യൂണിറ്റിൻ്റെ കോമ്പിനേഷൻ ആണിത് ഡൈസാക്രൈഡ്സ്. എലിമിനേഷൻ ഓഫ് 1 മോളിക്യൂൾ ഓഫ് വാട്ടർ. ഒരു H2 മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്തിട്ട് 2 മോണോസാക്രൈഡ്സുകൾ തമ്മിൽ കൂട്ടിച്ചേർന്നിട്ടാണ് ഡൈസാക്രൈഡ്സ് ഉണ്ടാവുന്നത്. ദേ സ്പ്ലിറ്റ് ഇൻടു സിമ്പിൾ ഷുഗേഴ്സ് ബൈ ആസിഡ്, ഹൈഡ്രോളിസ് ഓർ ഡൈജസ്റ്റീവ് എൻസൈം ടു ബി അബ്സോർബ്ഡ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ഇത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യുന്നു? സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദ ഡൈസാക്രൈഡ്സ് ഓഫ് ന്യൂട്രീഷണൽ ഇമ്പോർട്ടൻസ് ആർ സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. അതായത് ഡൈസാക്രൈഡ്സിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ഈ ഫോമിലൊക്കെയാണ് ഡൈസാക്രൈഡ്സ് മെയിൻലി നമ്മൾ കാണപ്പെടുന്നത്. സൂക്രോസ് ഈസ് ആൾസോ നോൺ ആസ് ഇൻവേർട്ട് ഷുഗർ. സൂക്രോസിന് നമ്മൾ ഇൻവേർട്ട് ഷുഗർ എന്നാണ് പറയുന്നത്. ദിസ് ഈസ് മാനുഫാക്ചർ ലാർജ് സ്കെയിൽ ഫ്രം ഷുഗർ ക്യാൻ ആൻഡ് ബീറ്റ്റൂട്ട്. ഇത് മെയിൻലി എവിടേക്കാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? മാനുഫാക്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതിലൊക്കെയാണ്? ബീറ്റ്റൂട്ടിൽ, അതുപോലെ ഷുഗർ കെയിനിലാണ്. മെനി ഫ്രൂട്ട്സ് ആർ വെജിറ്റബിൾസ് കണ്ടെയ്ൻ സ്മോൾ എമൗണ്ട് ഓഫ് സൂക്രോസ്. ദിസ് ഈസ് എ കോമൺ ഫോം ഓഫ് ഷുഗർ ഇൻ അവർ ഡയറ്റ്. നമ്മുടെ ഡയറ്റിലുള്ളൊരു കോമൺ ഫോമാണ് എന്ത്? ഈ സൂക്രോസ്. ഇത് കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. സൂക്രോസിൻ്റെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സൂക്രോസ് ഈസ് ഈക്വൽ ടു ഗ്ലൂക്കോസ് പ്ലസ് fructose with elimination of 1 molecule of water. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാൾട്ടോസ് ഈസ് എ ഷുഗർ ഫോമഡ് ഇൻ സെറൽ ഗ്രെയിൻസ് ഡ്യൂറിങ് ജെർമിനേഷൻ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് മാൾട്ട് ഷുഗർ. മാൾട്ടോസിന് നമ്മൾ മാൾട്ട് ഷുഗർ എന്ന് പറയുന്നു. അത് ചില സെറൽ ഗ്രെയിൻസ് ജെർമിനേഷൻ്റെ സമയത്ത് സെറൽ ഗ്രെയിൻസിലൊക്കെ ഫോം ചെയ്യുന്ന ഷുഗറാണ് മാൾട്ടോസ്. പിന്നെ ലാക്ടോസ് എന്ന് പറഞ്ഞാൽ ഇസ് എ മിൽക്ക് ഷുഗർ. ലാക്ടോസ് ഒരു മിൽക്ക് ഷുഗറാണ്. അത് മെയിൻലി മമ്മൽസിൻ്റെ മിൽക്കിലാണ് കാണപ്പെടുന്നത്. ഇതെന്താണ്? നമ്മുടെ കലോറിൻ കണ്ടൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻ്റ് ആണ് ഇത് ലാക്ടോസ് എന്ന് പറയുന്നത്. പഠിക്കാനുള്ളത് പോളിസാക്രൈഡ്സ് ആണ്. പോളിസാക്രൈഡ്സ് ഈസ് മേഡപ്പ് ഓഫ് മെനി യൂണിറ്റ് ഓഫ് മോണോസാക്രൈഡ്സ്. മോണോസാക്രൈഡ്സിൻ്റെ ധാരാളം യൂണിറ്റ്സ് കൊണ്ടാണ്, മോണോസാക്രൈഡുകളും കൂടി ചേർന്നിട്ടാണ് പോളിസാക്രൈഡ്സ് നിർമ്മിക്കുന്നത്. ദ മെജോറിറ്റി ആർ ഇൻസോലബിൾ ഓർ ഓൺലി സ്ലൈറ്റ്ലി സോലബിൾ ഇൻ വാട്ടർ. ഇത് അധികവും വെള്ളത്തിൽ സോലബിൾ ആവില്ല, ചിലത് മാത്രമേ സോലബിൾ ആകുള്ളൂ. സം ഓഫ് ദ ന്യൂട്രീഷണലി ഇമ്പോർട്ടൻറ്റ് പോളിസാക്രൈഡ്സ് ആർ സ്റ്റാർച്ച്, ഡെക്സ്ട്രിൻസ്, ഗ്ലൈക്കോജൻ, ഡയറ്ററി ഫൈബേഴ്സ്. സോ പോളിസാക്രൈഡ്സിൻ്റെ ന്യൂട്രീഷണൽ ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണ്? അതിൻ്റെ എക്സാമ്പിൾസ് ചോദിച്ചാൽ സ്റ്റാർച്ച്, ഡെക്സ്ട്രൈറ്റ്സ്, ഗ്ലൈക്കോജൻ, ഡയറ്ററി ഫൈബേഴ്സ്. Okay, starch is found in plant kingdom. Starch is composed of several hundred of glucose unit linked together into complex structure. The important source of starch are cereals, millets, roots and tubers.
സ്റ്റാർച്ച് മെയിൻലി കാണപ്പെടുന്നത് പ്ലാന്റ് കിങ്ഡത്തിലാണ്. ഈ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് എന്ത് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. സ്റ്റാർച്ചിന് എക്സാമ്പിളാണ് മില്ലറ്റ്സ്, റൂട്ട്സ്, ട്യൂബേഴ്സ്, സെറൽസ് ഒക്കെ അതിൻ്റെ മെയിൻ സോഴ്സുകൾ. പിന്നെ ഡെക്സ്ട്രീൻസ് ആണ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സബ്സ്റ്റൻസ് ഫോംഡ് ഡ്യൂറിങ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റാർച്ച് ഓർ മാൾട്ടോസ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഡൈജഷൻ ഇൻ ഹ്യൂമൻ ബോഡി ഓർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ് ഡ്യൂറിങ് സം ഓഫ് ദ പ്രോസസ് ഇൻ കുക്കിംഗ്. ഈ ഡെക്സ്ട്രീൻസ് സ്റ്റാർച്ചും അതുപോലെ തന്നെ സ്റ്റാർച്ച് മാൾട്ടോസിക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള ഒരു സബ്സ്റ്റൻ്റ് ആണ് ഈ ഡെക്സ്ട്രൈൻസ്. അത് നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ കുക്കിംഗ് പ്രോസസ്സിലൊക്കെയാണ് ഈ ഡെക്സ്ട്രൈൻസ് ഫോം ചെയ്യുന്നത്. അടുത്തത് ഗ്ലൈക്കോജൻ ആണ്. ഗ്ലൈക്കോജൻ ഈസ് എ റിസർവ് carbohydrate found in liver, muscles, animals and men. മെൻസിലും ആനിമൽസിൻ്റെയും മസിൽസിലെ ലിവറിലൊക്കെ കാണപ്പെടുന്ന ഒരു റിസർവ് കാർബോഹൈഡ്രേറ്റ് ആണ് എന്ത് ഗ്ലൈക്കോജൻ. ഇറ്റ് ഈസ് സംടൈം കോൾഡ് ആനിമൽ സ്റ്റാർച്ച്. ഇതിന് ആനിമൽ സ്റ്റാർച്ചും എന്ന് വിളിക്കും. ഇറ്റ് മസ്റ്റ് ബി കൺവേർട്ട് ബാക്ക് ടു ഗ്ലൂക്കോസ് ടു ബി യൂസ്ഡ് ബൈ ദ ബോഡി. ഇത് എന്ത് ചെയ്യുന്നു നമ്മുടെ ബോഡിയിലേക്ക് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഗ്ലൈക്കോജൻ ഈസ് ഫോംഡ് ബൈ ദ condensation of large number of glucose molecules. Dietary fibers are polysaccharides like cellulose, hemicellulose, pectin, germs, mucilage and algal substance and ലിഗ്നിൻസ്. അതുപോലെ തന്നെ ഡെക്സ്ട്രി ഫൈബേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, ജെംസ്, പെക്റ്റിൻസ് ഒക്കെ. സെല്ലുലോസ് ഈസ് എ പോളിസാക്രൈഡ് മേഡപ്പ് ഓഫ് ഗ്ലൂക്കോസ് വിച്ച് ഈസ് ഇൻസോലബിൾ ഇൻ ഡൈജസ്റ്റബിൾ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് സോളുബിൾ അല്ലാത്ത അതുപോലെ തന്നെ ഡൈജസ്റ്റബിൾ അല്ലാത്ത ഫോമാണ് എന്ത് സെല്ലുലോസ് എന്ന് പറയുന്ന പോളിസാക്രൈഡ്. ബട്ട് ഇറ്റ് പ്രൊവൈഡ് ബൾക്ക് ടു ദാറ്റ് ഹെൽപ്പ് ഇൻ ബൗൾ മൂവ്മെൻറ്റ്. ബവൽ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻ്റ് ആണ് എന്ത് സെല്ലുലോസ്. ഹെമി സെല്ലുലോസ് മെയിനായിട്ട് കാണപ്പെടുന്നത് ബ്രാന്, സെറൽസ്, ഗ്രെയിൻസിലൊക്കെയാണ്. അതുപോലെ തന്നെ ചില വെജിറ്റബിൾസിലും. പെക്റ്റിൻസ് എന്ന് പറഞ്ഞാൽ ഇസ് നോ ന്യൂട്രീഷണൽ ഒരു ന്യൂട്രീഷണൽ സിഗ്നിഫിക്കൻസ് ഇല്ലാത്തൊരു പോളിസാക്രൈഡ് ആണ്. ബട്ട് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ജാം ജെല്ലീസ്. ജാം ജെല്ലീസിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പെക്റ്റിന്. ആപ്പിൾസ്, സിട്രസ് ഫ്രൂട്ട്സ് ആർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് പെക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് സോഴ്സുകളാണ് ആപ്പിൾസ്, സിട്രസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ. ജെംസ് മെയിനായിട്ട് കാണപ്പെടുന്നത് ഓട്ട്മീൽ, ഡ്രൈഡ് ബീൻസ്, ലെഗ്യൂംസിലൊക്കെയാണ് കാണപ്പെടുന്നത്. ലിഗിൻസ് ആർ ഫൗണ്ട് ഇൻ വോൾ, വീറ്റ്, പീച്ച്, ബിയർ, പ്ലം, മെച്ചർ വെജിറ്റബിൾസ്. ഈ ലിഗിൻസ് കാണപ്പെടുന്നത് പീച്ചിൽ, പിയറിൽ, പം പോലെയുള്ള ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെയാണ്. ഫൈബർ ഈസ് എ ഫുഡ് സെർവ് ലാക്സക്റ്റീവ് ബൈ ഹോൾഡിംഗ് വാട്ടർ ആൻഡ് ഇൻക്രീസിംഗ് ബൾക്ക് ഓഫ് ഫിഷസ്, ബൈൻസ് ബൈൽ ആസിഡ് ആൻഡ് കൊളസ്ട്രോൾ. ഫുഡിൽ അടങ്ങിയിട്ടുള്ള ഈ ഫൈബേഴ്സ് നമ്മുടെ ബോഡിയിൽ വെള്ളം നിലനിർത്തുകയും അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ബൈൽ സാൾട്ട് ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫങ്ഷൻസ് ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇറ്റ് സപ്ലൈ ഫോർ എനർജി ടു ബോഡി. 1 gram ഓഫ് കാർബോഹൈഡ്രേറ്റ് പ്രൊവൈഡ്സ് 4.3 calories ഓഫ് എനർജി. കാർബോഹൈഡ്രേറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് എനർജി സപ്ലൈ ചെയ്യുക. 1 gram കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിലേക്ക് 4.3 calories ഓഫ് എനർജി സപ്ലൈ ചെയ്യുന്നുണ്ട്. Carbohydrates have protective and detoxifying action on the liver. Toxic substances produced by bacterial action are removed from the liver by glycogen. നമ്മുടെ ബോഡിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടല്ലോ അതെന്ത് ചെയ്യുന്നു ഈ ഗ്ലൈക്കോജൻ ലിവറിലുള്ള ഗ്ലൈക്കോജൻ എന്ത് ചെയ്യുന്നു ഇത് റിമൂവ് ചെയ്യുന്നു. സോ ഇത് നമ്മുടെ ബോഡിയിലേക്ക് വളരെയധികം പ്രൊട്ടക്റ്റീവ് ആക്ഷൻ തരുന്ന ഒരു സബ്സ്റ്റൻ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ഇറ്റ്സ് യൂസ്ഡ് ബൈ ഹേർട്ട് ഫോർ മസ്കുലർ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്യുന്നു. ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ദ ഹേർട്ട് മസിൽ ഈസ് യൂസ്ഡ് ടു പർപ്പസ് എസ്പെഷ്യലി ഇൻ ആൻ എമർജൻസി. എമർജൻസി കേസിൽ നമ്മുടെ ബോഡിയിൽ അതായത് നമ്മുടെ ഹേർട്ട് മസിൽസിൽ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ടൈമിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗ്ലൂക്കോസ് ഈസ് എസെൻഷ്യൽ ഫോർ നെർവസ് ടിഷ്യൂസ് ടു ഫങ്ഷൻ നോർമലി. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ കണ്ടിന്യൂസ് സപ്ലൈ നമ്മുടെ നെർവസ് ടിഷ്യൂസ് നല്ല കറക്റ്റിൽ ഫങ്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. Proteins is another important nutrient in our body is special function. If enough carbohydrate is not present in the diet, then protein is used for energy purpose. നമ്മുടെ ബോഡിയിൽ
കാർബോഹൈഡ്രേറ്റ് സഫിഷ്യൻറ്റ് എമൗണ്ടിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വേറൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീന്. സോ ആ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിയിലേക്ക് എനർജി സപ്ലൈ ചെയ്യുന്നു. സോ കാർബോഹൈഡ്രേറ്റ് ഈസ് യൂസ്ഡ് ബൈ ബോഡി ഇൻ സിന്തസൈസ് ഓഫ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും കാർബോഹൈഡ്രേറ്റിന് ഉപയോഗിക്കുന്നു. കാർബോഹൈഡ്രേറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ്. എക്സസ് കാർബോഹൈഡ്രേറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഫാറ്റ്. നമ്മുടെ ബോഡി ഫാറ്റ് ഓക്സിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് എന്താണ്, എസെൻഷ്യൽ ആണ്. നമ്മുടെ ബോഡിയിലുള്ള കാർബോഹൈഡ്രേറ്റ് കൂടിയാൽ അത് ഫാറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. കാർബോഹൈഡ്രേറ്റ് പ്രൊവൈഡ് ഫ്ലേവർ ആൻഡ് വെറൈറ്റി ടു ഡയറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൽ ഫ്ലേവറും വെറൈറ്റിയും ഒക്കെ കൊണ്ടുവരാൻ ഈ കാർബോഹൈഡ്രേറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി മെയിൻ പറയുന്നത് ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സുകളാണ്. ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആർ സെറൽസ്, മില്ലറ്റ്, ഷുഗർ ആൻഡ് ജാഗരി, റൂട്ട്സ്, ട്യൂബേഴ്സ്, പൾസ്, ഡ്രൈഡ് ഫ്രൂട്ട്സ്. ഇതൊക്കെയാണ് ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സുകൾ. ഇവിടെ നിന്നൊക്കെയാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത്. സോ ഫ്രണ്ട്സ്, കാർബോഹൈഡ്രേറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതിൻ്റെ ഫങ്ഷൻസ്, ക്ലാസിഫിക്കേഷന്, സോഴ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഫങ്ഷൻസിൽ ഒരു 4 പോയിൻ്റെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇസ് എ ന്യൂട്രിയൻറ്റ്. നമ്മുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളൊരു ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ. ഏതൊരു ലിവിങ് ഓർഗാനിസത്തിലും അതിൻ്റെ ആക്ടിവിറ്റി, ലിവിങ് ഓർഗാനിസത്തിൻ്റെ ആക്ടിവിറ്റീസ് നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, പ്രോട്ടീൻസ് വേണം. നമ്മുടെ ബോഡിയിൽ സ്കിന്ന്, ഹെയർ, നെയിൽസ്, മസിൽസ്, അതുപോലെ തന്നെ സെൽസ്, ബോഡി ഫ്ലൂയിഡ്സ്, ഇവിടെയൊക്കെ എന്തുണ്ട്, പ്രോട്ടീൻസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് പ്രസൻറ്റ് എവ്രിവെയർ ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ എല്ലാ സ്ഥലത്തും ആര് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, പ്രോട്ടീൻസ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. Proteins are made up of units that are amino acid in various proportion and arrangement. They include carbon, hydrogen, oxygen, nitrogen and sulfur. The presence of nitrogen make protein different from carbohydrate and fat. അതായത് ഈ പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അമിനോ ആസിഡ്സ് ഓരോ പ്രോട്ടീനും അമിനോ ആസിഡ്സ് എന്താണ് വ്യത്യസ്ത പ്രപ്പോർഷൻസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ അമിനോ ആസിഡ് അല്ലെങ്കിൽ ഈ പ്രോട്ടീനിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ആയിട്ടുള്ള കോമ്പൗണ്ട്സുകളുണ്ട്, എലമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ നൈട്രോജൻ ഇതിൽ പ്രസൻ്റ് ആയതുകൊണ്ട് ഇത് ഈ ലിപ്പിഡ്സിൻ്റെയും കാർബോഹൈഡ്രേറ്റിനും വ്യത്യാസം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു പ്രോട്ടീനിൽ നൈട്രജൻ എന്ന് പറയുന്ന എലമെൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, കോമ്പൗണ്ട് പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ്. സോ ദർ ആർ 20 അമിനോ ആസിഡ്സ് ഇൻ പ്രോട്ടീൻസ്. പ്രോട്ടീനുകളിൽ 20 അമിനോ ആസിഡ്സുകളുണ്ട്. ഈ 20 അമിനോ ആസിഡ്സിനെ നമ്മൾ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സുകൾ 9 എണ്ണം ഉണ്ട്. അതിന് ദേ ഹാവ് ടു ബി സപ്ലൈഡ് ത്രൂ ഫുഡ് എവറി ഡേ. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും കിട്ടുന്നതാണ് ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്. അവ 9 ഉണ്ട്. പിന്നെ ഉള്ളത് 11 അമിനോ ആസിഡ്സ് ആണ്. അതിന് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നാണ് പറയുന്നത്. ദേ ക്യാൻ ബി സിന്തസൈസ് ദ ബോഡി ഇറ്റ് സെൽഫ്. ഈ അമിനോ ആസിഡ് നമ്മുടെ ബോഡി തന്നെ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന അമിനോ ആസിഡുകളാണ്. ദ എസെൻഷ്യൽ അമിനോ ആസിഡ് ആർ ഹിസ്റ്റഡിൻ, ഐസോലിയൂസിൻ, ലിയോസിൻ, ലൈസിൻ, മെഥിയോനൈൻ, ഫീനൈൽ അനാനിൻ, ത്രിയോനൈൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് വാലിൻ. ഇതാണ് 9 എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. അത് 11 നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകളുണ്ട്. അതാണ് അലാനിൻ, അഗ്രിനൈൻ, ആസ്പാർജിൻ, അസ്പാർട്ടിക് ആസിഡ്, സിട്രി, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൂട്ടാമൈൻ, ഗ്ലൈസിൻ, പ്രൊലൈൻ, സെറിൻ ആൻഡ് ട്രയോസൈൻ. Agrinine is essential for growing children and patient recovering from injury or surgery. ഈ അഗ്രിനൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഗ്രോവിങ് ചിൽഡ്രന് വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു അമിനോ ആസിഡാണ്. ഇത് സർജറി അല്ലെങ്കിൽ മുറിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രോട്ടീന് ഹെൽപ്പ് ചെയ്യുന്നു. പ്രോട്ടീൻസ് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലുള്ള അമിനോ ആസിഡ്സിൻ്റെ എമൗണ്ടും അതിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ പ്രോട്ടീൻസ് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് പ്രോട്ടീൻസ് ഉണ്ട്, പാർഷ്യലി കംപ്ലീറ്റ് പ്രോട്ടീൻസ് ഉണ്ട്, ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻസ് ഉണ്ട്. കംപ്ലീറ്റ് പ്രോട്ടീൻസിന് നമ്മൾ ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻ അല്ലെങ്കിൽ ഹൈ ബയോളജിക്കൽ വാല്യൂ ഉള്ള പ്രോട്ടീൻസ് എന്നാണ് പറയുന്നത്. ഹാസ് എ ഗുഡ് പ്രൊപ്പോർഷൻ ഓഫ് എസെൻഷ്യൽ അമിനോ ആസിഡ് ടു പ്രൊമോട്ട് ദ ഗ്രോത്ത് റേറ്റ് ആൻഡ് ടു മെയിൻറ്റെയിൻ ബോഡി പ്രോട്ടീൻസ് ഇൻ ഫിഷ്, മിൽക്ക്, എഗ്ഗ്. അതായത് നല്ല പ്രോട്ടീൻ വാല്യൂ ഉള്ള ഫുഡുകളെ നമ്മൾ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇവ നമ്മുടെ
നോർമൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ കംപ്ലീറ്റ് പ്രോട്ടീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് പാർഷ്യലി കംപ്ലീറ്റ് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് ഓഫ് ലോവർ ബയോളജിക്കൽ വാല്യൂ, പ്രോട്ടീൻസിന് ബയോളജിക്കൽ വാല്യൂ കുറവുള്ള പ്രോട്ടീൻസിനെയാണ് പാർഷ്യലി കംപ്ലീറ്റ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് സം എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, ഇങ്ങനത്തെ ഫുഡിൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സുകൾ എന്തായിരിക്കും, കുറവായിരിക്കും. ദസ് പ്രോട്ടീൻസ് ക്യാൻ മെയിൻറ്റെയിൻ ലൈഫ്, ഈ പ്രോട്ടീൻസും നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനുള്ള എക്സാമ്പിൾ ആണ് പ്ലാന്റ് പ്രോട്ടീൻ ലൈക്ക് ഡാൾ, സെറൽസ്, പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്ന പ്രോട്ടീൻസുകളാണ് അതിനുള്ള എക്സാമ്പിൾസ്. ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ലാക്ക് വൺ ഓർ മോർ എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് കനോട്ട് എവൻ മെയിൻറ്റെയിൻ ലൈഫ്. എക്സാമ്പിൾ ഗലാറ്റിൻ ആൻഡ് സെയിൻ ഓഫ് കോൺ. അതായത് ഇത്തരത്തിലുള്ള പ്രോട്ടീൻസ് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഹെൽപ്പ് ചെയ്യൂല, കാരണം അതിൽ എസെൻഷ്യൽ അമിനോ ആസിഡ്സുകൾ ഉണ്ടാകൂല. അങ്ങനത്തെ ഫുഡുകളെ നമ്മൾ ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് ജലാറ്റിന്, അതുപോലെ തന്നെ സെയിൻ ഓഫ് കോൺ ഒക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: കംപ്ലീറ്റ് പ്രോട്ടീൻ, പാർഷ്യലി കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ് പ്രോട്ടീന്. കംപ്ലീറ്റ് പ്രോട്ടീൻ ഹൈ ബയോളജിക്കൽ വാല്യൂ ഉള്ള പ്രോട്ടീൻസ് ആണ്. പാർഷ്യലി കംപ്ലീറ്റ് ആണെങ്കിൽ ലോ ബയോളജിക്കൽ വാല്യൂ. ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻസിൽ ലാക്ക് ഓഫ് വൺ ഓർ മോർ എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് ദെൻ നോട്ട് മെയിൻറ്റെയിൻ ലൈഫ്. നെക്സ്റ്റ് പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. പ്രോട്ടീൻസ് ആർ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അവർ ബോഡി, നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് പ്രോട്ടീൻസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് പ്രോട്ടീൻ ഇൻ ടു സപ്ലൈ അമിനോ ആസിഡ് ടു സെൽ ഫോർ കണ്ടിന്യൂസ് റീപ്ലേസ്മെൻറ്റ് ത്രൂ ഔട്ട് ദ ലൈഫ്. ഈ ഒരു പ്രോട്ടീൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് അമിനോ ആസിഡ്, നമ്മുടെ ബോഡിയിലുള്ള സെല്ലിലേക്ക് അമിനോ ആസിഡ്സ് സപ്ലൈ ചെയ്തിട്ട് അവിടെയുള്ള മുറികളോ പാടുകളൊക്കെ മാറ്റി പുതിയ സെൽസ് എന്ത് ചെയ്യാണ്, റീപ്ലേസ് ചെയ്യുകയാണ് ഈ പ്രോട്ടീൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷന്. പ്രോട്ടീൻസ് വിത്ത് അയൺ ഫോം ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്, അതുപോലെ തന്നെ അയണിനോട് കൂടിയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് നമ്മുടെ ബ്ലഡിന് ഹീമോഗ്ലോബിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ടു ടിഷ്യൂസ് ആൻഡ് എലിമിനേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ടിഷ്യൂസ്. ഈ ഹീമോഗ്ലോബിൻ എന്താണ്, ഓക്സിജൻ നമ്മുടെ ടിഷ്യൂലേക്ക് ക്യാരി ചെയ്യുന്നു, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്തു, അത് പുറത്ത് വിട്ട് കളയുന്നു. Plasma proteins like globulin, albumin and regulates osmotic pressure and water balance in the body. അതുപോലെ തന്നെ പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് ഗ്ലോബുലിൻ ആൻഡ് ആൽബുമിൻ. ഈ പ്രോട്ടീൻസ് എന്താണ്, നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ ബാലൻസും ഓസ്മോട്ടിക് പ്രഷറും എന്ത് ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു. പ്രോട്ടീൻ സപ്ലൈ റോ മെറ്റീരിയൽസ് ടു ദ ബോഡി ഫോർ ദ സിന്തസൈസ് ഓഫ് എൻസൈംസ് ലൈക്ക് പെപ്സിൻ ആൻഡ് ട്രിപ്സിൻ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് ഈ പെപ്സിനും ട്രിപ്സിനും ഒക്കെ. ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ എൻസൈംസ് ആണ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, സിന്തസൈസ് ചെയ്യുന്നു. ഹോർമോൺസ് ലൈക്ക് ഇൻസുലിൻ ആൻഡ് തൈറോക്സിൻ ആർ പ്രോട്ടീൻ ഇൻ നാച്ചർ. ഡൈജസ്റ്റീവ് ജ്യൂസസ് ആൻഡ് ആൻറ്റിബയോട്ടിക് ആർ പ്രോട്ടീൻ ഇൻ നാച്ചർ. അതുപോലെ തന്നെ ഈ ഇൻസുലിൻ ആൻഡ് തൈറോക്സിൻ ഇതിനൊക്കെ ഏതാണ്, പ്രോട്ടീൻ്റെ നാച്ചറാണുള്ളത്. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സിനും ഡൈജസ്റ്റീവ് ജ്യൂസിനും ഒക്കെ എന്താണ്, പ്രോട്ടീൻ നാച്ചറാണുള്ളത്. വെൻ ദ ഡയറ്റ് ഈസ് ഇൻസഫിഷ്യൻറ്റ് ഇൻ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ് ഫോർ ഫ്യൂവൽ, പ്രോട്ടീൻസ് ആർ യൂസ്ഡ് ടു ഗീവ് എനർജി ഫോർ ദ ബോഡി. അതായത് നമ്മുടെ ബോഡിയിലേക്ക് കാർബോഹൈഡ്രേറ്റ്സോ ഫാറ്റിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നു, അതിനുള്ള നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് തരുന്നു. പ്രോട്ടീൻസ് പ്രൊവൈഡ് 5.56 calories ഓഫ് എനർജി, നമ്മുടെ ബോഡിയിലേക്ക് 5.56 calories ഓഫ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്റ്റിൻ ആൻഡ് മയോസിൻ ആർ കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ഓഫ് മസിൽസിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് ആക്റ്റിനും മയോസിനും. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീനിൽ ഏതെങ്കിലുമൊക്കെ 5 പോയിൻറ്റ്സ് മസ്റ്റായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ ഇതിൻ്റെ സോഴ്സുകളാണ് പറയുന്നത്. ഈ പ്രോട്ടീൻസ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? മിൽക്ക്, മീറ്റ്, ഫിഷ്, പൗൾട്രി ആൻഡ് എഗ് ആർ ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ ബെസ്റ്റ് സോഴ്സുകൾ ഏതാണ്? പാല്, മാംസം, മീനുകൾ, മുട്ട, ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് സോഴ്സ്. സെറൽ ഗ്രെയിൻസ് ആൻഡ് പൾസസ് ആർ നോൺ ആസ് സെക്കൻഡ് ക്ലാസ് പ്രോട്ടീൻസ്. പിന്നെ പൾസസ് ആർ നോൺ ആസ് പുവർ മാൻസ് മിൽക്ക്. പൾസസിനെ പുവർ മാൻസ് മിൽക്ക് എന്നാണ്, മീറ്റ് എന്നാണ് പറയുന്നത്. All essential amino acids are not present in either cereals or pulses, but mutual supplementation of cereals and pulses rectify this limitation. അതായത് ഈ സെറൽസിലും പൾസസിലും അത്രക്ക് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡും ഒന്നും പ്രസൻറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചൊക്കെ പ്രോട്ടീൻസ് സപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും.
ലൈസിൻ ആസ് എസെൻഷ്യൽ അമിനോ ആസിഡ് ഈസ് സീൻ ലെസ് ഇൻ സെറൽ സെൽ. സെറൽ സെൽ കാണപ്പെടുന്ന ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ് ലൈസിന്, പക്ഷെ കുറച്ചേ കാണപ്പെടുന്നുള്ളൂ. ബട്ട് ലൈസിൻ ഈസ് സീർ മോർ ഇൻ പൾസസ്. എന്നാൽ ലൈസിന് പൾസസിൽ കുറേ കാണുന്നുണ്ട്. പൾസസ് ആർ പൂർ ഇൻ മെത്തിയോനൈൻ ആൻഡ് എസെൻഷ്യൽ അമിനോ ആസിഡ്. റൈസ് ഈസ് എ റിച്ച് ഇൻ മെത്തിയോനൈൻ. അതായത് പൾസസിൽ മെത്തിയോനൈൻ ഇല്ല, അതൊരു എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്, പക്ഷേ അരിയിൽ അത് നല്ലോണം ഉണ്ട്. ദ സെറൽസ് ആൻഡ് പൾസസ് ഓർ സെറൽസ് വിത്ത് ലിറ്റിൽ ആനിമൽ ഫുഡ് ക്യാൻ മ്യൂച്വലി സപ്ലിമെൻറ്റ് ടു ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ബോഡിയിലേക്ക് കുറച്ച് സെറൽസും പൾസസും അതുപോലെ തന്നെ കുറച്ച് ആനിമൽ ഫുഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എഫക്റ്റ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻസ്. നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ പ്രോട്ടീൻസും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് PEM എന്ന് പറയുന്ന പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന അസുഖങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ PEM എന്ന് പറയുന്നത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് മസ്റ്റായിട്ട് പഠിക്കണം. ഇങ്ങനെ ഷോർട്ട് ഫോം ഉള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് പഠിക്കണം. ഇത് 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. PEM എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും പ്രോട്ടീൻ്റെയും ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്കാണ് നമ്മൾ PEM എന്ന് പറയുന്നത്. അത് 3 തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ക്വാഷിയോക്കർ, മരാസ്മിക് ക്വാഷിയോക്കർ എന്ന് പറയുന്ന 3 അസുഖമാണുള്ളത്. ഫസ്റ്റ് പറയുന്നത് ക്വാഷിയോക്കറിനെ കുറിച്ചാണ്. ഇറ്റ് ഇസ് എ സീരിയസ് ഫോം ഓഫ് PEM. അതായത് ഇത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ഈ ക്വാഷിയോക്കർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സീൻ മോസ്റ്റ് ഫ്രീക്വൻലി ഇൻ ചിൽഡ്രൻ 1 to 3 years ഓഫ് ദ ഏജ്, ബട്ട് ഇറ്റ് മേ ഒക്കർ അറ്റ് എനി ഏജ്. ഇത് ഏത് വയസ്സിലും കാണപ്പെടുന്ന ഒരു അസുഖമാണ്. പക്ഷേ മെയിൻലി ഇത് കാണുന്നത് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായമായിട്ടുള്ള കുട്ടികളിലാണ്. ഇൻ ചിൽഡ്രൻ ഹു ഹാവ് എ ഡയറ്റ് ദാറ്റ് ഈസ് യൂഷ്വലി ഇൻസഫിഷ്യൻറ്റ് ഇൻ എനർജി ആൻഡ് പ്രോട്ടീൻ ആൻഡ് ഓഫ്റ്റൻ ഇൻ അതർ ന്യൂട്രിയൻസ്. അതായത് കുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ ഡയറ്റ് തുടങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി പ്രോട്ടീൻ ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് ഈ ഒരു അസുഖം വരുന്നത്. അസുഖത്തിൻ്റെ സിംറ്റംസ് ആണ് പറയുന്നത്. ലോ ബോഡി വെയ്റ്റ്, ഇൻസെപ്റ്റൻ ഓഫ് ഒഡീമ ഷോയിങ് ഗ്രോത്ത് ഫെയിൽച്ചർ ആൻഡ് സം ഡിഗ്രി ഓഫ് മസിൽ വേസ്റ്റിംഗ് വിച്ച് ഈസ് മാസ്ക്ഡ് ബൈ ഒഡീമ. അതായത് നമ്മുടെ ബോഡി വെയ്റ്റ് കുറഞ്ഞിട്ട് നമ്മൾ ഒഡീമ എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് മാറും. ഒഡീമ അപ്പിയേഴ്സ് ഫസ്റ്റ് ഓൺ ഫീറ്റ് ആൻഡ് ലെഗ്സ് ആൻഡ് ലേറ്റർ സ്പ്രെഡ് ഓവർ ദ ബോഡി. ഈ ഒഡീമ ആദ്യം വരുന്നത് നമ്മുടെ കാലിലും അതുപോലെ തന്നെ ഫീറ്റിലൊക്കെയാണ്. പിന്നെ നമ്മുടെ ബോഡി ആകപ്പാടി ഒഡീമ ബാധിക്കും. The face look puffy with sagging cheeks and swollen eyelids. Puffiness of oedema is known as moon face. അതായത് ഒരു കുട്ടി മൂൺ ഫേസ് പോലെ ആയി മാറും. മുഖത്തൊക്കെ ഇത് എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നു. മെൻ്റൽ ചേഞ്ചസ് ലൈക്ക് അപ്പാത്തി ആൻഡ് ഇറിറ്റബിലിറ്റി ആർ കോമൺ. അതുപോലെ തന്നെ ചേഞ്ചസ് ആയിട്ടുള്ള നമുക്ക് ഇറിറ്റബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു, ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഈസ് എഫക്റ്റഡ്. അതുപോലെ തന്നെ നമ്മൾ മെൻ്റലി ഇത് എന്ത് ചെയ്യുന്നു, ഈ ഒരു അസുഖം എഫക്റ്റ് ചെയ്യുന്നു. സ്കെയിലി പിഗ്മെൻറ്റേഷൻ ഓഫ് ദ സ്കിൻ. നമ്മുടെ സ്കിന്നിൻ്റെ കളർ തന്നെ മാറുന്നു. ദ ഹെയർ ബിക്കം തിൻ ആൻഡ് ഡ്രൈ, ബ്രൗണിഷ് ഓർ റെഡിഷ്. അതുപോലെ നമ്മുടെ മുടിയുടെ നിറം മാറി ബ്രൗൺ കളറോ ചെമ്പിച്ച കളറൊക്കെ ആവുമല്ലോ, അങ്ങനത്തെ ഒക്കെ ആവുന്നു, ഡ്രൈ ആവുന്നു. അനോറക്സിയ ഈസ് കോമൺ ഈസ് മേക്കിംഗ് ഡിഫിക്കൽട്ട് ടു ഫീഡ് ദ ചിൽഡ്. അതുപോലെ തന്നെ കുട്ടിക്ക് അനോറക്സിയ എന്ന് പറയുന്ന അസുഖം വരും. കുട്ടിക്ക് ഫുഡ് കൊടുക്കാനൊന്നും കഴിയൂല. ഡയേറിയ മേ ഒക്കർ ഡ്യൂ ടു എഫക്റ്റീവ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഡയേറിയ വരും. വിറ്റാമിൻ എ ആൻഡ് ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസീസ് ആർ ഒബ്സർവ്ഡ്. അതുപോലെ തന്നെ വിറ്റാമിൻസിൻ്റെ കുറവും കുട്ടികളിൽ കാണപ്പെടുന്നു. പിന്നെ അടുത്തത് മറാമസ് എന്ന് പറയുന്ന വേറൊരു രോഗമാണ്. മറാമസ് ഈസ് അനദർ സെവർ ഫോം ഓഫ് PEM ഈസ് നൗ മച്ച് മോർ പ്രിവലൻറ്റ് ദാൻ ക്വാഷിയോക്കർ. ക്വാഷിയോക്കറിനേക്കാട്ടിലും കുറച്ച് പ്രിവലൻ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ് മറാമസ് എന്ന് പറയുന്നത്. ഇതൊരു പ്രോട്ടീൻ എഫിഷ്യൻസി malnutrition ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇറ്റ് മേ ഒക്കർ അറ്റ് എനി ഏജ്, മോസ്റ്റ് കോമൺ അപ് ടു 3.5 years, but it contrasts to kwashiorkor, it is more common during the year of life. Nutritional maramus is a fact of a form of starvation and the possible underlying causes are numerous. For various reasons, the child does not get adequate supply of breast milk or any alternative food. ഈ മറാമസ് എന്ന് പറയുന്ന അസുഖം ഏതു വയസ്സിലും കാണപ്പെടുന്നു. ബട്ട് 3.5 വയസ്സ് വരെയാണ് മെയിനായിട്ട് ഈ ഒരു അസുഖം കാണപ്പെടുന്നത്. ഇത് മെയിനായിട്ട് പട്ടിണി കിടക്കുമല്ലോ, അങ്ങനെയാണ് ഈ സ്റ്റാർവേഷൻ കാരണമാണ് മെയിനായിട്ട് ഈ അസുഖം ബാധിക്കുന്നത്. അല്ലാത്ത കാരണങ്ങൾ കൊണ്ടും മറാമസ് എന്ന അസുഖം ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാതിരിക്കുക, ആവശ്യത്തിനുള്ള ഫുഡൊന്നും കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഈ മറാമസ്
എന്ന് പറയുന്ന അസുഖം നമുക്ക് എഫക്റ്റ് ചെയ്യും. ഇനി ഈ ഒരു അസുഖത്തിൻ്റെ സിംറ്റംസ് ആണ് പറയുന്നത്. സവർ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ടാകുന്നു. ലോസ് ഓഫ് സബ്ക്യൂട്ടാനിയസ് ഫാറ്റ്, നമ്മുടെ ബോഡിയിലുള്ള സബ്ക്യൂട്ടാനിയസ് ഫാറ്റിൻ്റെ ലോസ്. സെവർ മസിൽ വേസ്റ്റിംഗ്, ഷ്രിവലഡ് ബോഡി, അതായത് ബോഡി എന്ത് ചെയ്യുക, വരക്കൂലേ അത്. വ്രിങ്കിൾഡ് സ്കിന്ന്, ബോണി പ്രോമിനൻസ്, അസോസിയേറ്റഡ് വിറ്റാമിൻ ഡെഫിഷ്യൻസീസ്, ഫെയ്ച്ചർ ടു ഡ്രൈവ്, ഇറിറ്റബിലിറ്റി, ഫ്രീക്വൻറ്റ് വാട്ടർലി ഡയോറിയ ആൻഡ് ആസിഡ് സ്റ്റൂൾസ്, ഡീഹൈഡ്രേഷൻ, സബ്നോർമൽ ടെമ്പറേച്ചർ, വീക്ക് മസിൽ, ഒഡീമ ആൻഡ് ഫാറ്റി ഇൻഫിൽട്രേഷൻ ഇൻഫ്രീക്വൻറ്റ്. ഇതൊക്കെയാണ് ഈ ഒരു അസുഖത്തിനുള്ള സിംറ്റംസ്. ഇനി അടുത്തത് മറാസ്മിക് കവാഷിയോക്കർ എന്ന് പറയുന്ന അസുഖമാണ്. ഈ മറാസ്മിക് കവാഷിയോക്കർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സ്ഡ് ഫോം ഓഫ് ബോത്ത് മറാമസ് ആൻഡ് കവാഷിയോക്കർ ആൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ബോത്ത് വേസ്റ്റിംഗ് ആൻഡ് ഒഡീമ. അതായത് നമ്മൾ പറഞ്ഞു കവാഷിയോക്കറിൽ മെയിനായിട്ട് ഒഡീമ എന്ന് പറയുന്ന അസുഖമാണ് കാണപ്പെടുന്നത്. മറാമസിലാണെങ്കിലോ മസിൽ വേസ്റ്റ്, ബോഡിയിലുള്ള മസിൽ വേസ്റ്റിംഗ് ആണ് മറാമസിൽ മെയിനായിട്ട് ഉണ്ടാകുന്ന സിംറ്റംസ്. അങ്ങനെ ഈ രണ്ട് അസുഖത്തിൻ്റെ സിംറ്റംസ് ഒരുമിച്ച് കാണപ്പെടുമ്പോഴാണ് നമ്മൾ മറാസ്മിക് കവാഷിയോക്കർ എന്ന് പറയുന്ന അസുഖത്തിലേക്ക് മാറുന്നത്. കവാഷിയോക്കർ ആൻഡ് മറാസ്മിക് കവാഷിയോക്കർ ആർ വെരി സീരിയസ് കണ്ടീഷൻ ആൻഡ് ആർ ക്ലാസിഫൈഡ് ഇൻ ദ ഫോം ഓഫ് സെവർ ആൻഡ് അക്യൂട്ട് മൽന്യൂട്രീഷൻ. ഈ മറാസ്മിക് കവാഷിയോക്കർ എന്ന് പറഞ്ഞാൽ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇതിൽ എന്താണ്, കവാഷിയോക്കറിനെയും മറാസ്മിക്കിൽ രണ്ടിനെയും സിംറ്റംസ് കാണപ്പെടുമ്പോഴാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ലിപ്പിഡ്സിനെ കുറിച്ചാണ്. സോ ഈ 3 അസുഖം ഉണ്ടല്ലോ, ഇത് മസ്റ്റായിട്ട് പഠിക്കണം. അതായത് കവാഷിയോക്കറും പഠിക്കുക, മറാസ്മിസും പഠിക്കുക. അത് രണ്ടിൻ്റെയും കൂടി സിംറ്റംസ് കാണപ്പെടുന്നതാണ് മറാസ്മിക് കവാഷിയോക്കർ എന്ന് മനസ്സിലാക്കിയേക്കാം. ഓക്കെ, നെക്സ്റ്റ് ലിപ്പിഡ്സ് എന്താണ്? ഈസ് ആൾസോ എ മൈക്രോന്യൂട്രിയൻ. ലിപ്പിഡ്സ് എന്താണ്? ഒരു മൈക്രോന്യൂട്രിയൻ്റ് ആണ്. സോ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ് എന്ത്? ലിപ്പിഡ്സ്. ഈ ലിപ്പിഡ്സിൽ മെയിനായിട്ട് ഫാറ്റ്, ഓയിൽസ്, അതുപോലെ തന്നെ ഫാറ്റ് ലൈക്ക് സബ്സ്റ്റൻസ് ആണ് മെയിനായിട്ട് ഉൾപ്പെടുന്നത്. ഇത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടി കമ്പോസ് ചെയ്തിട്ടാണ് ലിപ്പിഡ്സ് ഉണ്ടാക്കുന്നത്. ലിപ്പിഡ്സിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആറ്റംസ് എന്താണ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിനെയും ഫാറ്റിനെയും അപേക്ഷിച്ച് ഇതിൽ ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറവാണ്. Fatty acids are classified as saturated and unsaturated depending on the number of hydrogen atom attached to each carbon atom. അതായത് ഫാറ്റി ആസിഡ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സാച്ചുറേറ്റഡ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട്. അതായത് അതിലുള്ള ഹൈഡ്രജൻ ആറ്റം കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ നമ്പർ അനുസരിച്ചാണ് ഇത് രണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ഇത് 2 ഹൈഡ്രജൻ കാർബണുമായിട്ട് ഒരു കാർബൺ അറ്റാച്ച് ചെയ്തതാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അതിനുള്ള എക്സാമ്പിളാണ് കോക്കനട്ട് ഓയിൽ, ആനിമൽ ഫാറ്റ് ഒക്കെ. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ കാർബൺ ആറ്റം മിസ്സിംഗ് ഫ്രം ഈച്ച് ഓഫ് ദ 2 adjoining carbon atom due to the double bond is formed between 2 carbon atoms. അതായത് 2 കാർബൺ ആറ്റംസിൻ്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് ഫോം ചെയ്ത കാരണം ഈ ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്യുന്നു, അവിടെ മിസ് ചെയ്യുന്നു. അതാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അതിനുള്ള എക്സാമ്പിളാണ് ലിക്വിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചറിൽ ഈ ഫാറ്റി ആസിഡ് എന്താകുന്നു, ലിക്വിഡ്സ് രൂപത്തിലാകുന്നു. അതാണ് ഓയിലൊക്കെ ഉണ്ടല്ലോ, അത് ലിക്വിഡ്സ് ആണ്. സോ അതാണ് അതിനുള്ള എക്സാമ്പിൾ. ഇതിനെ നമ്മൾ ഹൗസ് ഹോൾഡ് നെയിം വിളിക്കുന്നത് ഫാറ്റ് എന്നാണ്. കോമൺലി നമ്മൾ ലിപ്പിഡ്സിനെ ഫാറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് സോളിഡ് കണ്ടീഷനിലാവുമ്പോഴാണ് നമ്മളിത് ഫാറ്റ് ആകുന്നത്. ലിക്വിഡ് കണ്ടീഷനിലാണ് ഇതിൽ ഓയിലൊക്കെ ഉണ്ടല്ലോ, അതാണ് ലിക്വിഡ് കണ്ടീഷന്. ഫാറ്റ് ഈസ് പ്രസൻറ്റ് നാച്ചുറലി ഇൻ മെനി ഫുഡ്. ഫാറ്റ് ധാരാളം ഫുഡിൽ ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ദിസ് ഫാറ്റ് ക്യാൻ ബി വിസിബിൾ ഓർ ഇൻവിസിബിൾ. ചില ഫാറ്റ് നമുക്ക് കാണും, ചിലത് കാണപ്പെടില്ല. ഫുഡ് ലൈക്ക് മീറ്റ്, പൗൾട്രി, ഫിഷ്, ഡയറി പ്രോഡക്ട്സ്, എഗ് നട്ട്സ്, ഓയിൽ സീഡ്സ് ആർ ഇൻവിസിബിൾ ഫാറ്റ്. അത് നമുക്ക് കാണപ്പെടില്ല. ഈ മീറ്റിലും ഫിഷിലും ഒക്കെ ഉള്ള ഫാറ്റുകൾ നമുക്ക് കാണപ്പെടാത്ത ഫാറ്റാണ്. എന്നാൽ വെജിറ്റബിൾ ഓയിൽ, ബട്ടർ, ഗീ ഇതൊക്കെ എന്താണ് വിസിബിൾ ആയിട്ടുള്ള ഫാറ്റിന് എക്സാമ്പിളാണ്. നമ്മൾ essential fatty acid. These are fatty acids which are nutritionally very important, essential for the life and to be supplied throughout that. This cannot synthesize in our body. അതായത് നമ്മുടെ ബോഡിയിൽ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് വേണം, നമ്മുടെ ബോഡി സ്വന്തക്ക് നിർമ്മിക്കില്ല. സോ നമുക്ക് ഫുഡിൽ നിന്നും ഇങ്ങനെയുള്ള ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ് കിട്ടണം. ഓക്കെ, അങ്ങനെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഉണ്ട് കേട്ടോ. പിന്നെ
ലിപ്പിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ലിപ്പിഡ്സ് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ലിപ്പിഡ്സ് ഉണ്ട്, കോമ്പൗണ്ട് ലിപ്പിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. ഇങ്ങനെ 3 തരത്തിൽ ലിപ്പിഡ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദി കെമിക്കൽ കമ്പോസിഷൻ, ലിപ്പിഡ്സ് ക്യാൻ ക്ലാസിഫൈ ടു സിമ്പിൾ ലിപ്പിഡ്സ്, കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആൻഡ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. അതിൻ്റെ കമ്പോസിഷൻ, കെമിക്കൽ കമ്പോസിഷൻ പറഞ്ഞാൽ കാർബൺ ഹൈഡ്രജൻ്റെ ആ ഒരു കെമിക്കൽ കമ്പോസിഷൻ ബേസ് ചെയ്തിട്ട് ഇതിനെ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്. സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ആർ എസ്റ്റേഴ്സ് ഓഫ് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡ്സിൻ്റെയും ഗ്ലിസറോളിൻ്റെയും എസ്റ്റേഴ്സ് ആണ് എന്ത്, സിമ്പിൾ ലിപ്പിഡ്സ്. അതിനുള്ള എക്സാമ്പിളാണ് ഓയിലും ഫാറ്റൊക്കെ. കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ അത് എസ്റ്റേഴ്സ് ഓഫ് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ് വിത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അതർ കോമ്പൗണ്ട്സ് സച്ച് ആസ് കാർബോഹൈഡ്രേറ്റ്, phosphoric acid, etc. എക്സാമ്പിൾ ഗ്ലൈക്കോലിപ്പിഡ്സ്, പ്രോട്ടീൻസ്. അതായത് ഈ ഫാറ്റി ആസിഡിനൊപ്പം ഗ്ലിസറോളിൻ്റെ ഒപ്പം കാർബോഹൈഡ്രേറ്റും ഫോസ്ഫോറിക് ആസിഡൊക്കെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന എസ്റ്റേഴ്സിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ലിപ്പോപ്രോട്ടീൻ, ഫോസ്ഫോലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്സ്. ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ദസ് ആർ എ സബ്സ്റ്റൻസ് ഡിറൈവ്ഡ് ഫ്രം സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ലിപ്പിഡ്സ് ബൈ ഹൈഡ്രോളിസിസ്. അതായത് ഹൈഡ്രോളിസിസിൻ്റെ ടൈമിൽ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ലിപ്പിഡ്സ് ഡിറൈവ് ചെയ്തിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾ ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് കൊളസ്ട്രോൾ. ഓക്കെ, ഈ 3 മസ്റ്റായിട്ട് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് ലിപ്പിഡ്സ്. ഇനി ലിപ്പിഡ്സിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഫാറ്റ് ഈസ് ഹൈ ഇൻ കലോറിൻ കണ്ടൻറ്റ്. അത് ഏറ്റവും എനർജി കലോറിൻ കണ്ടൻറ്റ് ഉള്ള ഒരു ഇതാണ് എന്ത്, പ്രോട്ടീനാണ്, ന്യൂട്രിയൻ്റ് ആണ് ഫാറ്റ്. 1 gram ഓഫ് ഫാറ്റ് സപ്ലൈ 9.3 calories ഓഫ് എനർജി. 1 gram ഫാറ്റ് 9.3 calories ഓഫ് എനർജി നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഫാറ്റ് ആർ ക്യാരീസ് ഓഫ് ഫാറ്റ് സോലബിൾ വിറ്റാമിൻസ് ലൈക്ക് വിറ്റാമിൻ എ, ഡി, ഇ, കെ. അതായത് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫാറ്റ് ആയിട്ടുള്ള സോലബിൾ ആയിട്ടുള്ള വിറ്റാമിൻസ് എ, ഡി, ഇ, കെ ഉള്ള വിറ്റാമിൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് ക്യാരി ചെയ്യുന്ന ആളാണ് ഫാറ്റ്. ഫാറ്റ് ഹാവ് പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ. അതുപോലെ തന്നെ ഇതിനൊരു പ്രോട്ടീൻ സ്പെയറിംഗ് ആക്ഷൻ ഉണ്ട്. ഫാറ്റ് കണ്ടെയ്നിങ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് വിച്ച് ഹെൽപ്പ് ടു ഫോം കോമ്പൗണ്ട്സ് ഓഫ് സെൽ മെംബ്രെയിൻ ആൻഡ് ടിഷ്യൂസ്. അതുപോലെ തന്നെ ഈ ഫാറ്റിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മുടെ ബോഡിയിലുള്ള സെൽ മെംബ്രെയിൻസിനെയും ടിഷ്യൂസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. Adipose tissues where fat is stored serve as insulation material. Adipose tissue protect the vital organs too. അതായത് ഈ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആഡിപ്പോസ് ടിഷ്യൂസ്. അതിന് ഇൻസുലേഷൻ മെറ്റീരിയൽ എന്നാണ് സെർവ് ചെയ്യുന്നത്. സോ ഈ ഫാറ്റ് എന്ത് ചെയ്യുന്നു, മറ്റു ഓർഗണിലൊന്നും എത്താതെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ് ആഡിപ്പോസ് ടിഷ്യൂ. ഇൻ ദ ഗ്രോയിങ് സ്റ്റേജ് ഓഫ് ഫാറ്റ് പ്രൊമോട്ട് ഗ്രോത്ത്. അതുപോലെ തന്നെ ഈ ഫാറ്റ് നമ്മുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇറ്റ് ആൾസോ എനബിൾ പ്രോപ്പർ സെക്ഷൽ മെച്യൂരിറ്റി. അതുപോലെ തന്നെ നമ്മുടെ സെക്ഷൽ മെച്യൂരിറ്റി എനബിൾസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫാറ്റ് ആർ സ്ലോ ഇൻ ഡൈജഷൻ ആൻഡ് ദസ് റിട്ടാർഡ് ഡൈജഷൻ. നമ്മുടെ ഡൈജഷൻ എന്ത് ചെയ്യുന്നു, സ്ലോ ആക്കുന്നു. അതുപോലെ ഫാറ്റ് പ്രൊവൈഡ് ഫ്ലേവർ ആൻഡ് പാലറ്റബിലിറ്റി ടു ഫുഡ് പ്രിപ്പയർഡ് ഇൻ ഫാറ്റ് എൻഹാൻസ് സാറ്റിറ്റി. അതായത് നമ്മുടെ ഫുഡിൽ ഈ ഫാറ്റ് അടങ്ങിയ ഫുഡ് എന്താണ്, വളരെയധികം ടേസ്റ്റ് ആയിരിക്കും, നമ്മുടെ ഫുഡിന് ഫ്ലേവറൊക്കെ കൊടുക്കുന്ന ഒരാളാണ് ഫാറ്റ്. ഇനി ഫാറ്റിൻ്റെ സോഴ്സുകൾ, എവിടെ നിന്നൊക്കെയാണ് ഈ ഫാറ്റ് നമുക്ക് കിട്ടുന്നത്? മോസ്റ്റ് ഓഫ് ദ ഫാറ്റ് യൂസ്ഡ് പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ഈസ് 100% വിസിബിൾ ഫാറ്റ്. അതായത് അധികവും നമ്മൾ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്, വിസിബിൾ ഫാറ്റ് ആണ്. ഫുഡ് ഓഫ് ആനിമൽ ഒറിജിൻ ലൈക്ക് മീറ്റ്, ഫിഷ്, മിൽക്ക്, ബട്ടർ, ഗീ, എഗ് ആൻഡ് ഫിഷ് ലിവർ ഓയിൽസ് കണ്ടെയ്നിങ് വെറൈങ് എമൗണ്ട് ഓഫ് ഫാറ്റ്. അതുപോലെ തന്നെ എഗ്ഗ്, മിൽക്ക്, മീറ്റ്, ഫിഷ് ഇതിലൊക്കെ എന്തുണ്ട്, കുറേ എമൗണ്ടിൽ ഫാറ്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഓഫ് പ്ലാന്റ് ഒറിജിൻ വിത്ത് ദ എക്സ്പെക്ടേഷൻ ഓഫ് നട്ട്സ് കണ്ടെയ്നിങ് വെരി ലിറ്റിൽ ഫാറ്റ്. അതുപോലെ തന്നെ പ്ലാന്റ് ഫുഡ്സിൽ, നട്ട്സിലൊക്കെ എന്താണ്, കുറച്ച് എമൗണ്ട് ഫാറ്റ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഫാറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇനി അടുത്തത് എഫക്റ്റ് ഓഫ് ഡെഫിഷ്യൻസി. നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഇല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അസുഖങ്ങളാണ് പറയുന്നത്. ഡെഫിഷ്യൻസി ഓഫ് ഫാറ്റ് ഇൻ ഡയറ്റ് ലീഡ് ടു ഡെഫിഷ്യൻസി ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് റിസൾട്ടിങ് സെസേഷൻ ഓഫ് ഗ്രോത്ത്. സെസേഷൻ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാകും നമ്മുടെ ബോഡിയിൽ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഇല്ലെങ്കിൽ. ഫാറ്റിൻ്റെ കുറവ് മൂലം നമ്മുടെ ബോഡിയിൽ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഇല്ലെങ്കിൽ എന്താകുന്നു, സെസേഷൻ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് കാരണമാകുന്നു.
ഇറ്റ് ആൾസോ റിസൾട്ട് ഇൻ ഫ്ലാക്കിസ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ഇച്ചി സോഴ്സ് ഓൺ ദ സ്കാൽപ്പ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ചൊറിച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് മാറ്റമൊക്കെ വരുന്നു. ദ കോമൺ ഡിസോർഡർ ഇൻ അഡൽട്സ് ആൻഡ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ ഈസ് ഫിനോഡോമ ഓർ ടോഡ് സ്കിൻ. അതായത് ടോഡ് സ്കിൻ അല്ലെങ്കിൽ ഫിനോഡോമ എന്ന് പറയുന്ന ഒരു ഡിസോർഡറിലേക്ക് അഡൽട്സിനെയും കുട്ടികളെയും എന്ത് ചെയ്യുന്നു, നയിക്കുന്നു. ഇതൊക്കെയാണ് ഈ ഒരു ഫാറ്റിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് ഫാറ്റ് കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാകുന്നു. കൊളസ്ട്രോൾ ഉണ്ടായാൽ നമ്മളെ ഹേർട്ട് ഡിസീസസിന് കാരണമാകുന്നു. അതാണ് ഇവിടെ കില്ലർ ഫാറ്റ് എന്ന് പറയുന്ന ഒരു നോട്ടീസിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം. അത് ഓവറായിട്ട് നമ്മൾ ഫാറ്റ് കഴിക്കാൻ പാടില്ല. ബട്ട് നമുക്ക് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് നമുക്ക് നിർബന്ധമായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ വേണം. സോ നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീൻസും ഒക്കെ എന്താണ്, നമ്മുടെ ഗ്രോത്തിന് നിർബന്ധമായിട്ടുള്ള ന്യൂട്രിയൻ്റ് ആണ്. ഇതെന്താണ്, ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. ഇത് നല്ല എമൗണ്ടിൽ തന്നെ നമ്മുടെ ബോഡിയിൽ വേണം. സോ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുക. ഓവറാകാൻ ഒന്നും പാടില്ല. ഓവറായാലും അസുഖങ്ങളിലേക്ക് നയിക്കും. ഇതിൻ്റെ ഡെഫിഷ്യൻസി മൂലവും അസുഖങ്ങൾ ഉണ്ടാകും, കുറഞ്ഞാലും അസുഖം ഉണ്ടാകും. സോ അതൊക്കെ കൺട്രോൾ ചെയ്യുക. അപ്പം ഈ മൂന്നിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ഡിസ്കസ് ചെയ്യാം. ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. +2 ഹോം സയൻസിനെ കുറിച്ച് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും നോട്ട്സും ഒക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.